ഹായ് ഗൈസ്, നമ്മളിന്ന് പോകുന്നത് കോയമ്പത്തൂരുള്ള ആദിയോഗി സ്റ്റാച്യുവിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമാണ് പോകുന്നത്, സാറ്റർഡേ ഈവനിങ് ആണ് പോകുന്നത്. നമ്മൾ ബാക്ക് സൈഡിലൂടെയാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ നമുക്കിവിടേക്ക് നടന്ന് പോകാം, പിന്നെ അല്ലാതെ കാളവണ്ടിയിൽ പോകാം. പിന്നെ ബാറ്ററി ഓടുന്നൊരു വണ്ടിയുണ്ട്, അതിലാണെങ്കിൽ പെർ ഹെഡ് 10 അല്ല കാളവണ്ടി ആണെങ്കിൽ നമുക്ക് ഫ്രീ ആണ്. പക്ഷേ റഷ് ആണെങ്കിൽ നമുക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ആക്ച്വലി വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇവിടെ രണ്ട് സൈഡിലും ചെറിയ കൃഷികളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈം സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. ഞങ്ങൾ അവിടേക്ക് എത്തുകയാണ്. നമ്മൾ ബാക്ക് സൈഡാണ് ത്രൂ ആണ് പോയത്. ബാക്ക് സൈഡ് വ്യൂ ആണെന്ന് കണ്ടത്. നമ്മളിപ്പോൾ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് എത്തി. എല്ലാവരും ഈവനിങ് ടൈമിൽ ലൈറ്റ് ഷോ കാണാനായിട്ടുള്ള റഷാണ്. ഈവനിങ് ഒരു 6:30 തൊട്ട് എല്ലാവരും ലൈറ്റ് ഷോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ 8 o'clock വരെ ഉള്ളൂ ശരിക്കും ലൈറ്റ് ഷോ. 7:15 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നൈറ്റായി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴേക്ക് നല്ല മഴക്കോളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴയുള്ള ടൈമിൽ നമ്മൾ വന്നാൽ നമുക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റില്ല. ഞങ്ങൾ ചെന്ന ടൈമിൽ മഴയില്ലായിരുന്നു, പക്ഷേ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് മഴക്കോളൊക്കെ ആയി, ചെറിയ ലൈറ്റ്നിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് അന്ന് കാണാൻ പറ്റില്ല. ലൈറ്റ് ഷോ ക്യാൻസൽ ചെയ്തു. കാരണം ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോ നടത്തത്തില്ല അവർ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു, പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല അന്നത്തെ ദിവസം. അപ്പം അതിന് ശേഷം നമ്മൾ അവിടെ നെക്സ്റ്റ് ഡേ പിന്നെ നമ്മൾ വീണ്ടും വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഇത് നൈറ്റ് വ്യൂ ആണ് നമുക്ക് വരുന്നത് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ മോർണിംഗ് വീണ്ടും വന്നു. നെക്സ്റ്റ് ഡേ സൺഡേ മോർണിംഗ് ആണ് വന്നത്. ഇത് നമ്മളിപ്പോൾ ഫ്രണ്ട് സൈഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ആ സ്റ്റാച്യു കാണാൻ പറ്റും. ഒരു വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ. ആ ഒരു രാവിലെ വരുമ്പോൾ നമ്മൾ ഒരു 7:30 ആകുമ്പോൾ വന്നു, പക്ഷേ അപ്പോൾ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. മാക്സിമം നേരത്തെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിനകത്ത് ഓപ്പോസിറ്റ് ധ്യാനലിംഗം എന്ന് പറഞ്ഞൊരിതുണ്ട്. അത് പക്ഷേ നമുക്ക് കാണാൻ അവിടേക്ക് പോകാനൊന്നും ഫോണൊന്നും അലൗഡല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി യോഗ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീക്കെൻഡിൽ പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും.